ഹായ് എവരിവൺ. ഇന്ന് നടന്ന സി പി ഒയുടെ ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് നമ്മളൊന്ന് വിശദീകരിക്കുന്നത് കേട്ടോ. വളരെ വിശദമായിട്ടുള്ള ചോദ്യങ്ങൾ, വിശദീകരണമല്ല, എന്താണ് ആ ചോദ്യം, എന്തുകൊണ്ടാണ് ഈ ഉത്തരം എന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്നലെ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഈ ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട് സി പി ഒക്ക് വേണ്ടിയിട്ട്. അതിൽ നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഫർണിച്ചറിൻ്റെ ഒരു കാര്യം. ഫർണിച്ചർ, ലഗേജ്, ബാഗേജ് പോലെ അൺകൗണ്ടബിൾ നൗണിൻ്റെ കൂടെ നമ്മൾ സിംഗുലർ വെർബാണ്, പ്ലൂറൽ വെർബാണ് യൂസ് ചെയ്യുക, യെസ് ഉള്ളത് എടുക്കണം. നമ്മൾ ഒരുപാട് പറഞ്ഞു. ദ ഫർണിച്ചർ ഈസ്, ദ ഫർണിച്ചർ ഹാസ്, ദ ഫർണിച്ചർ വാസ് എന്നുള്ള നിലയ്ക്ക് അല്ലേ പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ. ശരി, ഇതും വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ്, താഴെയുള്ളതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് ഇതും നമ്മൾ ഇന്നലെയാണോ മിനിഞ്ഞാന്നാണോ പറഞ്ഞതെന്ന് ഓർമ്മയില്ല. ഈ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സിൻസ് 4 വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ഫോർ 10 years ഐ ഹാവ് വിസിറ്റ് സിംഗപ്പൂർ കറക്റ്റാണ്. ഇതിൽ തെറ്റായിട്ടുള്ളത് ഏതാണെന്ന് പറഞ്ഞാൽ ഐ വിസിറ്റഡ് സിംഗപ്പൂർ ഇൻ 1996 എന്നുള്ളതും കറക്റ്റാണ്. ഐ ഹാവ് ബീൻ സ്റ്റേയിങ് ഇൻ സിംഗപ്പൂർ സിൻസ് 2010 എന്നുള്ളതും കറക്റ്റാണ്. ഇതിലെന്താ പ്രശ്നം? നമ്മൾ പറഞ്ഞു സിൻസ് 4 വന്നാൽ ഫോർ 10 years സിൻസ് 2010, അങ്ങനെ സിൻസ് 4 വന്നാൽ ഹാവ് ബീൻ, ഹാസ് ബീൻ പ്ലസ് ing എടുക്കുക. ഐ ഹാവ് സ്റ്റേയിങ് എന്ന് പറയില്ല, ഐ ഹാവ് ബീൻ സ്റ്റേയിങ് എന്നാ പറയുക. അപ്പോൾ ഇതിൽ ഉത്തരം ഓപ്ഷൻ സി ആണ്, തെറ്റായിട്ടുള്ള സെൻറ്റൻസ്. ശരി, അടുത്ത് നോക്കാം. ഇതും നമ്മൾ ഇന്നലെയും പറഞ്ഞതാണ്. ഇഫ് ഐ ഹാഡ് നോൺ യു വെർ ഹിയർ എന്ന് പറയുമ്പോൾ ഹാഡ് പ്ലസ് വി ത്രീ വന്നിട്ടുണ്ടെങ്കിൽ, ഹാഡ് പ്ലസ് വി ത്രീ വന്നാൽ നമ്മൾ വുഡ് ഹാവ് പ്ലസ് വി ത്രീ ഇടണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. വുഡ് ഹാവ് പ്ലസ് വി1 വരും, വുഡ് ഹാവ് പ്ലസ് വി3 വരും. ഈ മീറ്റിൻ്റെയും പറഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു ധാരണ കേട്ടോ. മീറ്റ് വെച്ചിട്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ലൈവ് ക്ലാസ് ചെയ്തിരുന്നില്ലേ അതിൽ. അപ്പോൾ വുഡ് ഹാവ് മീറ്റ് എന്നുള്ള വി1 ആണ്. നമ്മൾ എന്ത് ചെയ്തു? വുഡ് ഹാവ് പ്ലസ് വി3 ആണ് വെക്കുക എന്ന് പറഞ്ഞിട്ട് വുഡ് ഹാവ് മെറ്റ് എന്നുള്ളതാണ് എടുക്കുക. വുഡ് ഹാവിൻ്റെ കൂടെ, അതായത് ഹാഡ് പ്ലസ് വി3 വന്നാൽ വുഡ് ഹാവ് പ്ലസ് വി3 എടുക്കണം. മീറ്റ് വി1 ആണ്, മെറ്റ് വി2 ആണ്, മെറ്റ് വി3 ആണ്. സോ വി1 വി2 വി3. ഓക്കെ, ഇതാണ് എടുക്കുക. ഓപ്ഷൻ സി ആണ് ഗായ്സ്. അടുത്ത് നോക്കൂ, ഇതും നമ്മൾ പറഞ്ഞതാണ്. കാരണം വെറും ഇ ഡി മാത്രം വെച്ചിട്ട് ഞാൻ പറഞ്ഞിരുന്നു, അത് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു വെറും ഇ ഡി മാത്രമല്ല വരിക, പക്ഷേ നമുക്ക് പരീക്ഷയ്ക്ക് കൂടുതൽ ഇ ഡി ആണ് വരിക എന്നുള്ള നിലയ്ക്ക് ഞാൻ പറഞ്ഞിരുന്നു. അതും നമ്മൾ മുന്നേ പറഞ്ഞൊരു കാര്യമാണ്. പാസീവ് വോയിസ് ചോദിക്കുന്ന വേറെ രീതിയാണ്, ഇതിൻ്റെ അർത്ഥം മാറാതെ മാറ്റി എഴുതുക എന്ന് പറയും. അതാണ് ക്യാൻ ബി റീറിട്ടൺ വിത്തൗട്ട് ചേഞ്ച് ഇൻ മീനിങ് എന്ന് പറയും. നമ്മൾ എന്തെങ്കിലും പറഞ്ഞിരുന്നു, ചോദ്യത്തിൽ വി1 എന്നാൽ ഉത്തരത്തിൽ വി1 വരണം, വി2 എന്നാൽ വി2 വരണം. കാരണം അർത്ഥം മാറില്ല, കാരണം വി1 എന്നാൽ വി1 തന്നെ വരണം എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഓഫേർഡ്, പ്ലേഡ്, കുക്കഡ്, ഇൻവൈറ്റഡ് എന്ന് വന്നു എന്ന് കരുതുക. അതിൻ്റെ പാസീവ് വോയിസ് എടുക്കാൻ വാസോ വേറെ ഓപ്ഷനിൽ ഉണ്ടാവും, നോക്കിയാൽ മതി അല്ലേ. ഇപ്പോൾ ഓഫേർഡ് എന്നാണെങ്കിൽ വാസ് ഓഫേർഡ് എന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ വേർ ഓഫേർഡ് എന്നുണ്ടായിരിക്കും. പ്ലേഡ് എന്നാണെങ്കിൽ വാസ് പ്ലേഡ് എന്നുണ്ടാവും, അല്ലെങ്കിൽ വേർ പ്ലേഡ് എന്നുണ്ടാവും. ഇവിടെ ഓഫേർഡ് എന്ന് വന്നേ, വാസ് ഓഫേർഡ് എന്നോ വേർ ഓഫേർഡ് എന്നുള്ള ഏതുള്ള ഓപ്ഷൻ ബിയിലില്ല, സിയിലില്ല, ഡിയിലില്ല. ഇത് ഈസ് ഓഫേർഡാ. വാസ് ഓഫേർഡ് എന്നുള്ളത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം വരിക. അടുത്ത് നോക്കാം നമുക്ക്. ഹു ആർ യുവർ ഗസ്റ്റ്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള സാധനമാണ്. ഇത് ഞാൻ എടുക്കുന്ന സമയത്ത്, ഈ ലൈവിൽ തന്നെ വേണ്ടിയിട്ട് എടുക്കുന്ന സമയത്ത്, നമ്മൾ സി പി യുടെ ഈ പരീക്ഷയ്ക്ക് വേണ്ടി തന്നെ എടുക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു ആസ്കിഡിൻ്റെ കൂടെ ദാറ്റ് വെക്കില്ല എന്ന്. അപ്പോൾ ആസ്കിഡ് ദാറ്റ് വെട്ടി. പിന്നെ ഉള്ളത് ബിയും ഉണ്ട്, സിയും ഉണ്ട്, ബിയും ഉണ്ട് ഇല്ലേ. ഇതിൽ പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ പറഞ്ഞു WH കഴിഞ്ഞാൽ ഇങ്ങനെ സബ്ജക്റ്റാണ് വരിക. ആ വട്ടായി എന്നൊക്കെയുള്ളൊരു കോഡൊക്കെ വെച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് സ്പീച്ചിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നമ്മൾ ടോപ്പിക് വൈസ് ക്ലാസ് ഇവിടെ ഉണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണണം എന്നുള്ളൊരു കണ്ടോളൂ കേട്ടോ. ഹൂ കഴിഞ്ഞ ശേഷം ഹിസ് ഗസ്റ്റ് എന്നാ വരിക, എന്നിട്ടാണ് വേറ് വരേണ്ടത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് എടുക്കുക. അതായത് സബ്ജക്റ്റ് കഴിഞ്ഞിട്ട്, ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞിട്ട് ഇങ്ങനെ സബ്ജക്റ്റ് ആണ് ഇടുക. ഓക്കെ, അടുത്ത സംഭവം നോക്കാം. ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ്. പല തവണ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ് ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ് എന്നുള്ള. എന്താണ് ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ് എന്ന് പറഞ്ഞാൽ? ഇപ്പം നമ്മളൊരു ആണി എടുക്കുന്ന സമയത്ത് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ചിത്രമൊക്കെ വരച്ചിട്ട് ഇങ്ങനെ ഒരാണി, ഈ ആണിയുടെ തലയാണ് ഈ ഭാഗം അല്ലേ, ഹെഡ്. ഇതാണ് ഹെഡ്. കറക്റ്റ് ആ ഹെഡിൽ തന്നെ അടിച്ചാൽ എന്ത് ചെയ്യും? അതേ അപ്പോഴാണ് ശരിക്കും ആണിൻ്റെ ഇറങ്ങിപ്പോവുക അല്ലേ. അപ്പോൾ അങ്ങനെ ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ചെയ്യേണ്ട കാര്യം ചെയ്തു എന്ന് പറഞ്ഞ പോലെ കറക്റ്റ് പറയേണ്ട കാര്യം പറഞ്ഞു എന്നുള്ള അർത്ഥത്തിലാണ്. വേണ്ട, ടു ഡു ഓർ സേ എക്സാക്ട്ലി ദ റൈറ്റ് തിങ് എന്നുള്ള അർത്ഥത്തിലാണ്. ഒരു കാര്യം ചെയ്യുന്നതോ ഒരു പറയുന്നതോ വളരെ കൃത്യമായിട്ടുള്ള സമയത്ത് ചെയ്തു, ചെയ്യേണ്ട കാര്യം തന്നെ ചെയ്തു, പറയേണ്ട കാര്യം തന്നെ പറഞ്ഞു എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം വരിക. ഓക്കെ, ഇനി അടുത്തതാണ് സൈനിഡായി എന്നുള്ളതും. ഇതും പല തവണ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, സൈനിഡായി എന്നുള്ളത് അല്ലേ. റൈറ്റ്. എന്നിട്ട് മരണമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഞാൻ കോഡൊക്കെ പറഞ്ഞായിരുന്നു. എന്താണ്? ഫോർ ആൻ ഇൻഡെഫിനിറ്റ് പീരീഡ് എന്നുള്ളത്. അതായത് നമ്മൾ മുൻകൂട്ടി നിശ്ചയിക്കാത്ത ഒരു സമയം. അതായത് നമ്മൾ പറയില്ലേ, ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്തു,
റൈറ്റ് ഒരു നമ്മൾ പിന്നീടത്തേക്ക് മാറ്റി, പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, എപ്പോഴാണ് തുടങ്ങുക എന്നുള്ള ഒരു ഡേറ്റ് ഒന്നും എന്ത് ചെയ്തിട്ടില്ല, നിശ്ചയിച്ചിട്ടില്ല. എന്നാണ് റീസ്റ്റാർട്ട് ചെയ്യാന്നോ എന്നാണത് പിന്നീട് നടത്തുക എന്നുള്ളതൊന്നും എന്താണ് തീരുമാനിക്കാതെ നമ്മൾ വേറൊരു സമയത്തേക്ക് മാറ്റി വെച്ചു എന്നുള്ള അർത്ഥം, ഇൻഡെഫിനിറ്റ് പീരീഡ് എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ. ഓക്കെ, അടുത്ത് നോക്കൂ. ഇനി അടുത്ത റിപ്യൂഡൈ എന്ന് പറഞ്ഞാൽ എന്താ, റിപ്യൂഡൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ നോക്ക്, ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ചോദിക്കുന്നത്. ഓപ്പോസിറ്റ് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഓപ്പോസിറ്റ് ആക്സെപ്റ്റ് ആണ്. ഇത് ഞാൻ പറഞ്ഞുതരാം. ഈ റെപ്യൂഡൈ എന്നുള്ളത്, ഈ റെപ്യൂ എന്നുള്ളത് ഒരു പ്രാസല്ലേ. റെപ്യൂ എന്നുള്ളത് ഇത് റിപ്യൂ എന്നുള്ള പറയേണ്ടത്, പക്ഷേ റെഫ്യൂ എന്നുള്ളത് കാണാനില്ലേ. അപ്പോൾ റെപ്യൂ എന്നുമായിട്ട് കണക്ഷൻ ഇല്ലേ, ഉണ്ട്. അപ്പോൾ റെഫ്യൂസിൻ്റെ അതേ മീനിങ് ആണിത് കേട്ടോ. റെഫ്യൂ എന്നുള്ളതിൻ്റെ അതേ മീനിങ് ആണ് റെപ്യൂഡൈ. അപ്പോൾ ഒരാൾ എന്ത് ചെയ്താൽ, നീ ഡയറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇല്ല, ഞാനത് റെഫ്യൂസ് ചെയ്തു, ഡയറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് റെഫ്യൂസ് ചെയ്തു എന്നുള്ള നിലക്ക് അങ്ങനെ ആലോചിക്കുക. അപ്പോൾ റെപ്യൂഡൈ എന്ന് ആലോചിക്കുക. റെപ്യൂഡൈറ്റ് എന്നാൽ റെഫ്യൂസ് ചെയ്യാന്ന, നിരസിക്കുക എന്ന, അതിൻ്റെ ഓപ്പോസിറ്റാണ് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ള, ഓപ്ഷൻ ബി. ഇനി അടുത്തത് ഫഡിഡഡി എന്നുള്ളത് എന്താണ് വെച്ചാൽ, ഫുഡിഡാഡി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഇത് ഈ ഒരു സംഭവം വരാൻ, ഈ ഒരു പ്രയോഗം ഇംഗ്ലീഷിലേക്ക് വരാൻ പല സോഴ്സസും അല്ലെങ്കിൽ പല ഒറിജിൻസും പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ നമുക്ക് പെട്ടെന്ന് ഓർത്തു വെക്കാൻ പറ്റുന്നൊരു സംഭവം, ഇതിൽ ഡാഡി എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഡാഡി വന്നെന്നുള്ളതും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഡാഡിമാരെന്താണ് കുറച്ച് പഴഞ്ചനല്ലേ, ആ ഒരു അർത്ഥത്തിലാണ് വന്നതെന്നുള്ളതാണ്. അപ്പോൾ പഴഞ്ചൻ എന്നുള്ള അർത്ഥത്തിൽ ഓൾഡ് ഫാഷൻഡ് ഐഡിയാസ് ആൻഡ് ഹാബിറ്റ്സ്, പേഴ്സൺ വാസ് ഓൾഡ് ഫാഷൻഡ് ഐഡിയാസ് ആൻഡ് ഹാബിറ്റ്സ് എന്നുള്ള അർത്ഥമാണ് ഓപ്ഷൻ എ വരിക. ഇതിലേതാണ് കറക്റ്റായിട്ടുള്ള, തെറ്റായിട്ടുള്ള സ്പെല്ലിംഗ് എന്നുള്ളതാണ്, നെക്ടേണൽ എന്നുള്ളതാണ് അല്ലേ, നെക്ടേണൽ എന്നുള്ളതാണ്. അതിന് ഇ അല്ല എ ആണ് വരേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, ശരി, ഇത്രയാണ്. ഇപ്പോൾ നമ്മളെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ലിങ്ക് ഉണ്ട്, അതിലൂടെ നിങ്ങൾക്ക് കമൻറ്റിൽ ലിങ്ക് ഉണ്ട്, അതിലൂടെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഓക്കെ, സോ ഗൈസ് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി, പരീക്ഷ എഴുതിയാലും ഇല്ലെങ്കിൽ എത്ര മാർക്ക് കിട്ടി എന്നുള്ളതൊന്ന് അറിയിക്കൂട്ടാ. ഓക്കെ ഗൈസ്, ദാറ്റ്സ് ഓൾ, ബൈ.